ഒന്നുകൂടി മിസ് പറഞ്ഞുതരാ. ഹിമാലയ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹിമാലയ പർവ്വത് സദാ ബർഫ് സേ ടകാ രഹ്താ ഹൈ. അവിടെ ചേർക്കേണ്ടത് ഇസലിയെ, അതുകൊണ്ട് ഇസേ ബർഫ് കാ ഘർ ഭി കഹ്താ ഹൈ कहते हैं. सेकंड ले कई पर्वतारोहियों ने हिमालय पर चढ़ने का प्रयत्न किया किंतु कोई सफल न हो सका. മിസ് ഗ്രൂപ്പിൽ അയച്ചു തന്നിട്ടുണ്ട്, അത് നോക്കി എഴുതിയാൽ മതി. ഇപ്പൊ അതിന്റെ എങ്ങനെയാണ് അതിന്റെ ആൻസർ വന്നു എന്ന് മിസ് പറഞ്ഞു തന്നത് മാത്രം. ഒരുപാട് പർവ്വതാരോഹികള് ഹിമാലയത്തിൽ കയറിയിട്ടുണ്ട്, പക്ഷേ ആരും വിജയകരമായി പൂർത്തീകരിച്ചില്ല. 3 എറിക് ഷിഫ്റ്റൻ കാ ദൽ കുച്ച് ഹി ഊഞ്ചായി തക്ക് ചढ़ സകാ. എറിക് ഷിഫ്റ്റന്റെ ടീം കുറച്ച് ഉയരം വരെ പോയി. ക്യോങ്കി എന്തുകൊണ്ടെന്നാൽ ഊഞ്ചായി കെ കാരണം ഹവാ കാ ദബാവ് കം ഹോ ഗയാ താ. ഇത് തിരിച്ചു വരാനുള്ള കാരണം എന്താണ്? ഉയരം കാരണം അവിടെ കാറ്റ്, അതായത് വായുവിന്റെ ഓക്സിജന്റെ കുറവ് കാരണം അവർ തിരിച്ചു വന്നു. 4 ടിൽമൻ നാമക് പർവ്വതാരോഹി കെ ദൽ കോ ഭി ലൗട്ട്നാ പടാ. ടിൽമൻ എന്ന് പേരുള്ളവരുടെ ആ പർവ്വതാരോഹി ആ ടീം എന്താണ് തിരിച്ചു വന്നിരുന്നു. പക്ഷേ इससे शेरपा तेनसिंग बहुत प्रसिद्ध हो गए थे. പക്ഷേ ഇതിലുള്ള ഷേർപ്പ തെൻസിംഗ് പേര് കേട്ട ഒരാളായി മാറി. അതിൽ 5th हिलेरी और तेनसिंग जब सर्वोच्च शिखर पर पताका फहराकर नीचे उतरे. അതായത് ഹിലേരിയും തേൻസിംഗും ഉയരത്തിൽ തന്നെ എത്തിയിട്ട് എന്ത് ചെയ്തു? അവിടെ झंड फहराकर अदायद कोड़ी उयर्ती नीचे उतरे എന്നിട്ടാണ് താഴേക്ക് ഇറങ്ങിയത്. तो भारत नेपाल और ब्रिटिश सरकार द्वारा उनका भव्य स्वागत किया गया. उतरे എന്നിട്ടോ എന്നിട്ട് അവരെ അതായത് ഇന്ത്യയും നേപ്പാളും ബ്രിട്ടീഷ് ഗവൺമെന്റും ഒക്കെ അവരെ നല്ല രീതിയിൽ സ്വീകരിച്ചു. അപ്പൊ തോന്നാണ് അവിടെ ചേർക്കേണ്ടത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കുക, ശബ്ദ ജോഡിയെ ജോയിൻ ദി വേർഡ്സ്. ഹിമ പ്ലസ് ആലൈ ഈസ് ഈക്വൽ ടു നമ്മൾ എന്ത് എഴുതണം? ഹിമാലയ. ആരോമല ഇപ്പൊ എഴുതേണ്ട പോലെ മിസ് ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട്, അത് നോക്കി എഴുതിയാൽ മതി കേട്ടോ. തെറ്റ് എഴുതണ്ടേ, ഗ്രൂപ്പിൽ നോക്കിയിട്ട് ശരിയാക്കി എഴുതുക. ഹിമ പ്ലസ് ആലൈ ഹിമാലയ എന്ന് കൂട്ടി എഴുതുക. പർവ്വത പ്ലസ് ആരോഹി പർവ്വതാരോഹി. ഇനിയുള്ള എക്സാമിൽ ഇങ്ങനെയുള്ളതൊക്കെ വരും കേട്ടോ. തമാശയൊക്കെ വിടണ്ട, എല്ലാം കൃത്യമായിട്ട് എഴുതി വെക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു വെക്കുക. സു പ്ലസ് ആഗതാണ് സ്വാഗത്. സ്വാഗതം ചെയ്യുന്നുള്ള സ്വാഗത് സു പ്ലസ് ആഗത് ആണ്. നെക്സ്റ്റ് സർവ് പ്ലസ് ഉച്ച്. സർവ് അധിക് ഉച്ച് സർവോച്ച്. पर्वत अधिक आरोहण पर्वतारोहण. विद्या अधिक आलय विद्यालय. കണ്ടോ എങ്ങനെയാണ് ചേർത്ത് എഴുതേണ്ടത്? അത് മിസ് ഗ്രൂപ്പിൽ അങ്ങ് അയച്ചു തന്നില്ലേ? ഇല്ലേ? അയച്ചു എന്നാണോ പറഞ്ഞത് ജസ്റ്റസേ? ആ ഓക്കെ ഓക്കെ. അല്ല മിസ് കേൾക്കുമ്പോ ഫുള്ള് കംപ്ലീറ്റ് ആയി കേൾക്കുന്നില്ല. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കണേ, നല്ല നീറ്റ് ആയിട്ട് എഴുതുക. ഇനി അടുത്തത് എക്സാമ്പിൾ നെക്സ്റ്റ് നോക്ക്. പഠിയെ സമझिए और लिखिए. റീഡ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് റൈറ്റ്. അത് നിങ്ങളോട് നോട്ടിലേക്ക് എഴുതാൻ വേണ്ടി മിസ് പറഞ്ഞു. എന്താണ് എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഡണ്ടി ബർഫീലി. ഡണ്ടി ആർ ബർഫീലി. മാതാപിത അതെന്താവും? മാതാ ഔർ പിത. പാപ് പുണ്യ. പാപ് ഔർ പുണ്യ. तीखी नुकीली. तीखी और नुकीली. भाई बहन. भाई और बहन. रीति रिवाज. रीति और रिवाज. और ചേർത്തിട്ട് और means and. കേട്ടല്ലോ? ജസ്റ്റിസിന് മുടിയിനെ കൊണ്ടൊരു ബുദ്ധിമുട്ട് തന്നെ അല്ലേ? ആ മുടി ഒന്ന് ലെവലായി നിൽക്കണമെങ്കിൽ എത്ര പാടുപെടണല്ലേ? എന്താണ്? ഓക്കെ, അത് മനസ്സിലായോ? 7th
അവർക്ക് എങ്ങനെ ചെയ്യുന്നത് മനസ്സിലായില്ലേ? ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. എഴുത്ത് നോക്കുക. നീച്ചെ ദിയെ ഗയെ വാക്യാംശോं के लिए एक शब्द लिखिए. അതെല്ലാം ഇമ്പോർട്ടന്റ് ആണ് ഇനി അടുത്ത എക്സാമിന് കേട്ടോ. നീച്ചെ ദിയെ ഗയെ വാക്യാംശോं के लिए एक शब्द लिखिए എന്ന് പറഞ്ഞാല് താഴെ കൊടുത്തിരിക്കുന്ന സെന്റൻസിന് ഒറ്റ വാക്ക് ഉണ്ടാക്കുക. ഒരു വാക്ക്, ഒരു വേർഡ്, വൺ വേർഡ്. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ജോ ദാൻ ദേതാ ഹോ. ആരാണോ ദാനം ചെയ്യുന്നവൻ അവനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡാഷ്. എന്തായിരിക്കും? ആരാണ്? ദാനി. ദാനി. യെസ്, വെരി ഗുഡ്. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? ദാനി. രണ്ടാമത് സെക്കൻഡ് വൺ, ജോ ധർമ്മ കെ കാം കരെ. ധർമ്മം മാത്രം കൊണ്ട് പ്രവർത്തിക്കുന്നവൻ ധർമാത്മാ. എന്താണ് ആരോമലെ ചിരിച്ചു കളിക്കുന്ന? എവിടുന്ന്? മിസ് ഇവിടുന്ന് കാര്യമായിട്ട് പറയുന്നു, നീ അവിടുന്ന് ചിരിച്ചു കളിക്കുന്നു. എന്താണ്? മിസ് എന്നോടല്ല, ഇവനോട് പറ. ആരാണ് കൂടെ? ഇവിടെ മിസ് സ്കൂളിന്റെ താഴെ തന്നെ വീടില്ലേ? ആരാണ്? പേര് പറ. സാരംഗ്. ഒന്ന് കാണിച്ചെന്നേ അവനെ. അവൻ താഴേക്ക് ഇറങ്ങി ഓടി. അവൻ എത്ര ക്ലാസ് പഠിക്കുന്നേ? അവൻ 7. അവൻ നിന്റെ കൂടെ വന്നിരിക്കുന്നതാ? ഓടിയില്ലേ? പോയില്ലേ? ഇവിടെ തന്നെ ഉണ്ട്. അതെയാ, ഞാൻ വരുമ്പോ പിടിച്ചോളാന്ന് പറഞ്ഞേ. ഓക്കെ, നെക്സ്റ്റ്. जो धर्म के काम करे ധർമാത്മാ. തേർഡ്, जो कभी न मरे. ഒരിക്കലും മരിക്കാത്തവരെ നമ്മൾ എന്ത് പറയും? അമർ. എന്താണ്? അമർ. അമറാ? അമർ മരിക്കാത്തവര്, ചിരഞ്ജീവികള്, എന്നും മരിക്കാത്ത ടീമിനെയാണ് നമ്മൾ അമർ എന്ന് പറയാ കേട്ടോ. അമർ. ഓക്കെ, നെക്സ്റ്റ്. ജോ ജലിമേ. എന്താണ് അതിരെ? ആരാ മരിക്കാത്തത്? നമ്മളൊക്കെ മരിക്കൂടോ. അല്ല, വേറെ ഏതെങ്കിലും ഇങ്ങനെ ഏതെങ്കിലും ഒന്നും ഉണ്ടാവില്ലേ? നാശമില്ലാത്ത ഏതെങ്കിലും ഒരു ഇതുണ്ടാവുമല്ലോ, വസ്തുക്കള് ഉണ്ടാവുമായിരിക്കും അല്ലേ? നമുക്ക് അങ്ങനെ വിചാരിക്കാം. ചിലപ്പോ നമ്മൾ ആരെങ്കിലും ബാക്കിയായി നിന്ന് പോയെങ്കിലും. അത് ശരിയാണ്. കൊറോണ ഇപ്പൊ എല്ലാ അത്ഭുതങ്ങളിലും നടക്കുന്നേ. ഇപ്പൊ കൊറോണ വരുന്നു, അപ്പൊ അതുപോലെ എന്തെങ്കിലും എന്താണ് ഈശ്വരന്റെ കടാക്ഷം കൊണ്ട് ചിലപ്പോ ആരെങ്കിലും ഒരാള് ചിരഞ്ജീവിയായിട്ട് മരിക്കാത്ത രീതിയിൽ ഇങ്ങനെ തന്നെ സൃഷ്ടിച്ചാലോ? ജസ്റ്റ് ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇനി എത്ര നാള് ഞാൻ ഇങ്ങനെ മുടി ഇങ്ങനെ തഴുകിക്കൊണ്ട് നിൽക്കണം. ഉണ്ടല്ലേ? ഓക്കെ, നെക്സ്റ്റ് നോക്ക്. ജോ ജലിമേ. എന്താണ് അതിന്? ഹനുമാനാണ് ചിരഞ്ജീവി. ആയിക്കോട്ടെ. ജോ ജലമേ രഹത്താഹോ. ആരാണോ ജലത്തിൽ താമസിക്കുന്നത് അവരെ പറഞ്ഞ പേരാണ് ജലചർ. എന്താണ്? ജലചർ. ജസ്റ്റിസ് നേരെ നോക്ക്. ജലചർ കേൾക്കുന്നുണ്ടോ? ജലചർ. നെക്സ്റ്റ്, ജോ ആകാശമേ ഗുംതാഹോ. ഇനി ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നവര്, കറങ്ങുന്നവരെ വിളിക്കുന്ന പേരാണ് നഭ്ചർ. എന്താണ്? നഭ്ചർ. നഭ്ചർ. നെക്സ്റ്റ്, ഇതിഹാസ് കോ ജാനേ വാല. ഇതിഹാസം, ചരിത്രം മുഴുവൻ അറിയുന്നവരെ വിളിക്കുന്ന പേരാണ് ഇതിഹാസജ്ഞ്. ഇജ്ഞാനുള്ള വേർഡാണ്, അല്ല അക്ഷരാണ് അവിടെ ചേർക്കേണ്ടത്. ഇതിഹാസജ്ഞ്. ക്ലിയർ ആയോ? അത് വൺ വേർഡ് എങ്ങനെയാണെന്ന് മനസ്സിലായോ മോനെ? ജീവ, എല്ലാവർക്കും വൺ വേർഡിന്റെ മീനിങ് മനസ്സിലായില്ലേ? യെസ്, ഓക്കെ. ഡൗട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ സംശയം തീർത്തിട്ട് തന്നെ പോകണം കേട്ടോ. മനസ്സിൽ വെച്ചത് നടക്കരുത്. എന്തെങ്കിലും ഡൗട്ട് മിസ് പറഞ്ഞു തരുമ്പോ ക്ലിയർ ആവുന്നില്ലെങ്കിൽ ഒന്നുകൂടി ചോദിക്കുക. നെക്സ്റ്റ് പേജ് നമ്പർ 32. നിമ്നലിഖിത ശബ്ദോं का वाक्यों में प्रयोग कीजिए. താഴെ കൊടുക്കുന്ന വാക്കുകളുടെ ശബ്ദങ്ങൾ വാക്യത്തിൽ പ്രയോഗിക്കുക.
അതായത് ഒന്നാമത്തെ വേർഡ് അത് നിങ്ങൾ ടെക്സ്റ്റ് നോക്കിയിട്ട് സെന്റൻസ് ആക്കിയിട്ട് എഴുതി തന്നാൽ മതി കേട്ടോ. ഹിമാലയ, ഹിമാലയ എന്നുള്ളതിന് നമ്മൾ എന്ത് സെന്റൻസ് ഇതാം? हमारे देश के उत्तर पश्चिम में विशाल हिमालय पर्वत मुकुट के समान चमकता रहता है. ഒരു സെന്റൻസ് ആയില്ലേ? शिखर, शिखर എന്നുള്ള വേർഡിനെ എന്താ എഴുതും നമ്മള്? इस शिखर की ऊंचाई 8848 मीटर है. पर्वतारोही, पर्वतारोही എന്നുള്ളതിന് വേറെന്താണ്? संसार के इस सर्वोच्च शिखर पर चढ़ने के लिए समय समय पर विश्व के कई पर्वतारोहियों ने प्रयत्न किए. അതുപോലെ ഹിമ്മത്ത്, ഹിമ്മത്ത് മീൻസ് ധൈര്യം. ഹിമ്മത്ത് വരുന്ന വേർഡുകൾ എവിടെയും കണ്ടായിരുന്നോ? അത് നിങ്ങളൊന്ന് ടെക്സ്റ്റ് വാങ്ങിച്ചിട്ട് കണ്ടുപിടിക്കണേ. അതുപോലെ എവറസ്റ്റ്, അത് രണ്ടും നിങ്ങളൊന്ന് കണ്ടുപിടിച്ചിട്ട് എഴുതുക. ഇനി നെക്സ്റ്റ് IACK, അത് ഞാൻ നോട്ട് ബുക്കിലേക്ക് എഴുതണം. ഞാൻ മാർക്ക് ചെയ്ത് അയക്കുമ്പോൾ മാർക്ക് ചെയ്ത് അയച്ചിരുന്നു. അതായത് താഴെ കൊടുത്തിരിക്കുന്ന എന്താണ്? പര്യായവാചി ശബ്ദങ്ങളാണ്. പാഠമേം ആയേ ഇൻ ശബ്ദോं को പഠിയേ. ഒന്ന് ധ്വജ്, പതാക, झंडा. ധ്വജ്, പതാക, झंडा എന്ന് പറഞ്ഞാൽ അത് പര്യായ പദങ്ങളാണ്. ധ്വജ് എന്ന് ചോദിച്ചിട്ട് അതിന്റെ പര്യായം എഴുതാൻ വേണ്ടി പറഞ്ഞാൽ എന്ത് എഴുതാം? പതാക, झंडा എന്ന് എഴുതാം. ഇനി झंडा എന്നാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ധ്വജ്, പതാക എന്ന് എഴുതാം. മനസ്സിലായോ അതെങ്ങനെയാണെന്ന്? പര്യായ പദങ്ങളാണ്. ഏ ശബ്ദ പര്യായവാചി ഹെ. ധ്വജ്, പതാക, झंडा. അതിന്റെ മീനിങ് എന്താണ്? പതാക, കൊടി. ഹിമ്മത്ത് കണ്ടോ? കണ്ടോ? എവിടെയാണ്? പേജ് നമ്പർ 29. അതിനകത്ത് നാലാമത്തെ ഫസ്റ്റത്തെ നാലാമത്തെ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, കണ്ടു കണ്ടു. ഏതാണ്? ചടായി തീക്കി നുകീലി ഹോനെ ലगी थी. बर्फ काटना, गूंदे लगाना, रस्सियों के सहारे एक दूसरे को आगे ले जाना, एक सब बड़ा ही कठिन काम था. पर उन दिनों ने हिम्मत नहीं हारी और एवरेस्ट के शिखर पर पहुंच गए. വായിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടും കേട്ടോ. അടുത്തത് ചോട്ടി ശിഖർ. ചോട്ടി ശിഖർ എന്ന് പറഞ്ഞാൽ കൊടുമുടിയുടെ പര്യായ പദങ്ങളാണ്. ഹിമാലയ്, ഗിരിരാജ് അത് പർവ്വതങ്ങള്. ആരാം, വിശ്രാം അതൊക്കെ പറഞ്ഞാല് റെസ്റ്റ്. ജഗത്, വിശ്വ, സംസാർ അത് ലോകം. ഇതൊക്കെ പര്യായവാചി ശബ്ദങ്ങളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിരുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? പേജ് നമ്പർ 32 പാഠമേം ആയ ശബ്ദോं को പഠിയേം. പാഠത്തിലുള്ള ഈ ശബ്ദങ്ങൾ പഠിക്കുക. ഏ ശബ്ദ പര്യായവാചി ഹെ. ഈ ശബ്ദങ്ങൾ പര്യായ പദങ്ങളാണ്. ഫസ്റ്റ് വേർഡ് ധ്വജ്, പതാക, झंडा. ഇതിന്റെയൊക്കെ മീനിങ് പതാക അല്ലെങ്കിൽ കൊടി എന്നാണ്. സെക്കൻഡ് വൺ ചോട്ടി ശിഖർ. ചോട്ടി അല്ലെങ്കിൽ ശിഖർ എന്ന് പറഞ്ഞാൽ കൊടുമുടി. ഹിമാലയ്, ഗിരിരാജ് അങ്ങനെ പറഞ്ഞാൽ പർവ്വതം, പർവ്വതം. ആരാം, വിശ്രാം ഇതൊക്കെ പറഞ്ഞത് എന്താണ്? റെസ്റ്റ്, വിശ്രമം. ജഗത്ത്, വിശ്വ, സംസാർ ഇതിനൊക്കെ മീനിങ് ലോകം എന്നാണ്. ഇനി അടുത്തത് പഠിയേ और समझिए. ये सब मुहावरे है. ഇനി അടുത്തത് മുഹാവരകൾ. മുഹാവര മീൻസ് പഴഞ്ചൊല്ലുകൾ, ശൈലികൾ. പ്രയത്ന കർണ. പ്രയത്ന കർണ എന്നതിന്റെ വേറൊരു ശൈലിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കോശിഷ് കർണ. സെയിം, പരിശ്രമിക്കുക. പ്രയത്ന കർണ, കോശിഷ് കർണ. ആശ്ചര്യചകിത് ഹോന, ഹൈരാൻ ഹോന ആശ്ചര്യപ്പെടുക. മനസ്സിലായിട്ടേ മിസ് പറഞ്ഞത്? സെയിം ശൈലിയാണ്, അതിന്റെ അതേ സെയിം മീനിങ് ആണ് വലത് സൈഡിലത്. പ്രയത്ന കർണ, കോശിഷ് കർണ പ്രയത്നിക്കുക. ആശ്ചര്യചകിത് ഹോന, ഹൈരാൻ ഹോന ആശ്ചര്യപ്പെടുക. ധ്വജ് ലഹരാന, झंडा फहराना.
ധ്വജ ലഹരാന എന്ന് പറഞ്ഞാൽ ജണ്ട ഫഹ്റാന എന്ന് പറഞ്ഞാൽ എന്താണ്? കൊടി ഉയർത്തുക. കേട്ടോ? ഖുശി കാ ഠിക്കാന രഹന ബഹുത്ത് പ്രസന്ന ഹോന, സന്തോഷം തെളിയുക, സന്തോഷിക്കുക, അതാണ് അതിന്റെ മീനിങ്. സപ്ന സാഗാർ ഹോന ബഹുത്ത് ബഡി ഇച്ഛ പൂരി ഹോന. സപ്ന സാഗാർ ഹോന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുക, അതായത് വളരെയധികം ഇഷ്ടത്തോടു കൂടി ഒരു സംഭവം മുഴുവനാക്കി തീർക്കുക, സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുക ആണ് അതിന്റെ മീനിങ്. ഇതൊക്കെ ശൈലികളാണ്, ഹിന്ദിയിലെ പ്രയോഗങ്ങളാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ 7ാമത്തെ ലെസൺ കംപ്ലീറ്റ് ആയി. മക്കൾ പഠിക്കണേ, മിസ് ഒന്നും പറഞ്ഞില്ല എന്ന് കരുതിയിട്ട് പഠിക്കാതിരിക്കരുത്, പഠിച്ചു വെക്കുക. ഇനിയിപ്പോ 8ാമത്തെ ലെസൺ എടുത്താൽ ശരിയാവുക? സിക്കേക്ക് ആത്മകഥ കുറച്ച് പറയാൻ തോന്നല്ലേ? തുടങ്ങി വെച്ചൂടെ? മറന്നു പോവോ നിങ്ങൾക്ക്? ഒരാള് വായിച്ച പോരെ മിസ്സേ? എന്താണ്? ഫസ്റ്റ് ഒരാള് വായിക്കുക, എന്നിട്ട് അതിനകത്ത് തെറ്റുള്ള ഇത് നോക്കിയിട്ട് മിസ് പറഞ്ഞു കൊടുക്കുക. ഏത് ലെസൺ വായിപ്പിക്കണം? 7ാമത്തെ ആണോ? എവറസ്റ്റ് 8ാമത്തെ ലെസൺ. അത് മിസ് പറഞ്ഞില്ലല്ലോ. പറഞ്ഞു തരാതെ മിസ്സിന് നിങ്ങളെ കൊണ്ട് വായിപ്പിക്കാൻ പറ്റുമോ? ഫസ്റ്റ് മിസ് അതിങ്ങനെ മുഴുവൻ വായിക്കുക, എന്നിട്ട് അതിന്റെ അർത്ഥം പറയണ്ട, എന്നിട്ട് ഒരാളെ കൊണ്ട് വായിപ്പിക്കുക. മനസ്സിലായി. ഓക്കെ, നോക്കാം. സിക്കേക്ക് ആത്മകഥ മിസ് എന്ന് പറഞ്ഞുതരാം. സ്റ്റോറി ഓഫ് കോയിൻ, ഒരു കോയിന്റെ കഥയാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഒരു കോയിൻ ഉള്ളതിന്, കോയിൻ എന്നറിയില്ലേ? നാണയം. അതെങ്ങനെ ഉണ്ടാവുന്നൊക്കെ പറഞ്ഞുതരാൻ പോവാണ്. സിക്കേക്ക് ആത്മകഥ, സിക്കയുടെ നാണയത്തിന്റെ ആത്മകഥ. ആത്മകഥ എന്ന് പറഞ്ഞാൽ സ്വന്തം എഴുതുന്ന കഥ, സ്വന്തമായി പറയുന്ന കഥയാണ് നമ്മൾ ആത്മകഥ എന്ന് പറയാം. ഇപ്പൊ ജസ്റ്റിസിന് സ്വന്തമായിട്ട് ജസ്റ്റിസിന്റെ കഥ പറയാം, ആത്മകഥ പറയാം. ജീവ ജോർജിന് ജീവന്റെ ആത്മകഥ പറയാം. ആതിരയ്ക്ക് ആതിരയുടെ ആത്മകഥ പറയാം. എന്റെ വീട് ഇന്നടുക്കാണ്, എന്റെ വീട്ടിൽ ഇത്ര പേരുണ്ട്, അങ്ങനെയൊക്കെ സ്വന്തമായിട്ടുള്ള കഥ പറയാം. അതിനെയാണ് ആത്മകഥ എന്ന് പറയുന്നത് അർത്ഥം. അപ്പൊ ഇവിടെ നോക്കുക, മേ മേക്ക് സിക്കാഹും, ഞാനൊരു കോയിനാണ്, ഒരു നാണയമാണ്. ഞാനൊരു നാണയമാണ്. ആത്മകഥ പറയുമ്പോൾ പരിചയപ്പെടുത്തി തരുന്നുണ്ടോ? മേ മേക്ക് സിക്കാഹും, ഞാനൊരു നാണയമാണ്. ഗോൾ ഗോൾ ചമക്താ ഹുവ പഹിയെ ജൈസ ഗോൾ, അല്ല ഗോളാകൃതിയില്, അതുപോലെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നത്, അതുപോലെ പഹിയ ചക്രത്തിന്റെ രീതിയിലുള്ള വലുപ്പമുള്ള, ചക്രത്തിന്റെ വലുപ്പം എന്ന് പറഞ്ഞാൽ അതേ ആകൃതിയിലുള്ളത്. അങ്ങനെയാണ് എന്റെ രൂപം. മേരാ രൂപ് സദിയോം സേ ആദ്മി കെ മൻ കോ മോഹിത് കർത്താ രഹതാ ഹെ. എന്റെ രൂപവും എന്റെ രൂപം കൊണ്ടാണെന്നറിയില്ല, നൂറ്റാണ്ടുകളായി മനുഷ്യര് എന്നെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നു. വഹ് മുझे लेकर ആനന്ദ് സേ ഗിൽ ഉഡ്താ ഹെ. അവർക്ക് എന്നെ കിട്ടിക്കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമാണ്. എന്താ കാരണം? എന്താ അവർക്ക് എന്നെ കിട്ടുമ്പോ ഇത്ര സന്തോഷം എന്ന് പറയാൻ കാരണം? പൈസ അല്ലേ? ജേബ് മേ രഖ്താ ഹെ തോ ജേബ് ഗർം ഹോ ജാതി ഹെ. ഞാൻ ചിലപ്പോ പോക്കറ്റിൽ ഉണ്ടാവും, നമ്മളെ മനുഷ്യരുടെ എല്ലാവരുടെയും പോക്കറ്റിൽ എന്നെ കാണാം. വഹ് മുझे लेकर खुश रहता है. അവർക്ക് എന്നെ കിട്ടിക്കഴിഞ്ഞാല് വളരെയധികം സന്തോഷം, ഹാപ്പിയാന്ന് പറഞ്ഞു അല്ലെ. മേരെ ന ഹോനെ സെ ദുഃഖി ഹോ ജാതാ ഹെ. ഇനി ഞാനില്ലെങ്കിലോ അവർക്ക് സങ്കടമാവും. ആർക്ക്? ആർക്കാ വിഷമാവുക? മനുഷ്യർക്ക്. ആരില്ലെങ്കിലേ വിഷമാവുക? നാണയം, പൈസ അല്ലേ? ഓക്കെ. ഞാനൊരു നാണയമാണ്. ക്യാ തും മേരി കഹാനി സുനോഗെ. ഞാനൊരു നാണയമാണ്, എന്റെ കഥ നിങ്ങൾ കേൾക്കാൻ തയ്യാറാണോ? തയ്യാറാണോ ഇല്ലയോ? मेरे इस मनमोहक रूप के पीछे एक लंबी कहानी है. എന്റെ പിറകില് ഒരു വലിയൊരു കഥയുണ്ട്. എന്താണ് ആ കഥ? എന്റെ
കഥയ്ക്കു പിന്നിൽ, അത് എന്റെ ഈ മനോഹരമായ ഭംഗിക്കു പിറകിൽ വലിയൊരു കഥയുണ്ട്. ആ കഥ എന്താണെന്ന് അറിയാമോ? ഇല്ല. മേം अपने परिवार के साथ धरती की सतह में आनंद से रहता था. എന്താണ് കഥയെ പറയുന്നത്? ഞാൻ തന്റെ ഫാമിലിയുമായിട്ട്, തന്റെ കുടുംബത്തിലെ എങ്ങനെയായിരുന്നു? ധർത്തി കി സതഹ്, സതഹ് മീൻസ് പാളി, ഭൂമിയുടെ അടിയിൽ ഒരു പാളിയായിട്ട് കുടുംബമായിട്ട് ഫാമിലി ആയിട്ട് ഒരുമിച്ച് നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കുകയായിരുന്നു. एक दिन टक-टक करके किसी ने धरती के उस कोने को खोदा. ഒരു ദിവസം ആരോ ഒരാൾ വന്നിട്ട് എന്റെ ആ ഭാഗത്ത് കുഴിച്ചു, നിലം കുഴിച്ചെടുത്തു. എന്താണ് ഹലീമ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നേ? നാണയം കിട്ടുന്നതിന് സന്തോഷാണോ? ഓക്കെ. ജഹാം ഹം രഹ്തേ. അപ്പൊ അവിടെയായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. എവിടെ? ആ ഒരാൾ വന്നിട്ട് നിലം കുഴിച്ചു എന്ന് പറഞ്ഞില്ലേ, ഭൂമിയുടെ ഭാഗം. അപ്പൊ ആ കുഴിച്ചു നോക്കി പറഞ്ഞ ആ ഭാഗത്താണ് ഞങ്ങൾ ഉണ്ടായിരുന്നത്. കൈ ആത്മീയോ കി പദജാബേ ഹം സുൻതേ രഹേ. കുറെ ആൾക്കാരുടെ കാലിന്റെ ശബ്ദം ഞാൻ കേട്ടിരുന്നു, ഞങ്ങൾ കേട്ടു. കൈ മഷീനോ കി ഗഡ്ഗഡാഹട്ട് ഹോത്തി രഹി. കുറെ മെഷീന്റെ ശബ്ദവും എനിക്ക് കേൾക്കാമായിരുന്നു. യഹാൻ തക് ധർത്തി കെ സീനെ മേ ഏക് ഭാരി ഭർഗം സുരംഗ് ഗോദകർ കുച്ച് ഇൻസാൻ മേരെ ഘർ കി ചാർ ദീവാരി തക് ഉദർ ആയേ. അങ്ങനെ അവരെ കുറെ മണ്ണ് കുഴിച്ച് മാറ്റി 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 അവരെ എവിടെ എത്തി? ഞങ്ങളുടെ വീടിന്റെ വാതിൽക്കലെത്തി. ഞങ്ങൾ എവിടെയുണ്ട്? ഭൂമിയുടെ അടിയിൽ ഒരു പാളിയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ആരാണ്? വെള്ളി, ചാന്തി, വെള്ളി. നാണയത്തിന്റെ കഥ പറയാണ്, വെള്ളി എങ്ങനെയാണ് ഉണ്ടാകുന്നത് അതിനെ കുറിച്ച് പറയാണ്. അപ്പൊ ഞങ്ങളുടെ ചുറ്റുമതിലിന്റെ അടുത്ത് അവരെത്തി. ഉൻകെ ഹാത്തോമേ കുച്ച് യന്ത്രേ. ആ മനുഷ്യരുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു? കുറച്ച് യന്ത്രങ്ങൾ ഉണ്ടായിരുന്നു. ഉൻകെ ചെഹ്രെ പർ അജീബ് സി നഖാബേം ഥി. അവരുടെ മുഖത്ത് വിചിത്രമായ എന്തോ ഒന്ന് കണ്ട മാതിരിയാണ് അവരുടെ മുഖമുള്ളത്. ഉൻകെ സർ കി ഗോൾ ഗോൾ ടോപ്പി പർ ഏക് തേജ് പ്രകാശ് ജൽ രഹാ ഥാ. അവരുടെ തലയിൽ ഉള്ള ഒരു തൊപ്പി ഉണ്ടായിരുന്നു, ഹാറ്റ്. അതില് ഒരു ശക്തിയായിട്ട് കാണിക്കുന്ന ലൈറ്റ് വരുന്ന ഒരു ടോർച്ച്, അതുപോലുള്ള ഒരു പ്രകാശം വരുന്ന ഒരു സാധനം അവരുടെ ആ പിന്നെ തലയ്ക്ക് തന്നെ, ആ തൊപ്പിക്ക് തന്നെ ഫിറ്റ് ആക്കിയിട്ടാണുള്ളത്. അങ്ങനെ പറയാന്ന് വെച്ചാല് ടാപ്പിംഗ് ജോലി ചെയ്യുന്നവരില്ലേ, അവർക്ക് ഉണ്ടാവലുണ്ട് ഒരു ടോർച്ച്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? തലക്ക് ഇങ്ങനെ ഫിറ്റാക്കി വെക്കാൻ പറ്റുന്ന ടോർച്ച് ഉണ്ടല്ലേ? കണ്ടിട്ടുണ്ടല്ലേ? അങ്ങനെയുള്ളതിനെയാണ് ഇപ്പൊ ഇവര് പറഞ്ഞത് കേട്ടോ. അങ്ങനെയുള്ള ഹെഡ്ലൈറ്റ്. ആ ഓക്കെ. അപ്പൊ ഇവിടെ എന്താണ്? വേ ഹമാരി ചമക്തി ഹുയി ദുനിയാക്കോ ദേക്കർ ചില്ലായേ. അവർ ഞങ്ങളുടെ ആ തിളങ്ങുന്ന ഭാഗത്ത് എത്തിയപ്പോഴേ അവര് എന്താണ്? ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. എന്താ പറഞ്ഞെന്നറിയോ? പാലിയ പാലിയ, കണ്ടുകിട്ടി കണ്ടുകിട്ടി എന്ന് അവർ നിലവിളിക്കുന്നുണ്ട്. ഹംനെ ചാന്ദിക്ക് ഖദാൻ കോ പാലിയ. അവരെന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് വെള്ളിയുടെ ഭാഗം, അതായത് വെള്ളി നമുക്ക് കിട്ടാൻ പോവുകയാണെന്ന് നിലവിളിക്കുന്നുണ്ടായിരുന്നു. വെള്ളി പറഞ്ഞ അറിയില്ലടാ. ഫ്രൈഡേ അല്ല കേട്ടോ, ഫ്രൈഡേ അല്ല, ലോഹം, വെള്ളി. സ്വർണം വെള്ളി എന്ന് പറഞ്ഞ വെള്ളി ലോഹത്തെയാണ് പറഞ്ഞത്. लगातार मशीनों से हमारी दीवारों पर चोट करते रहे और चमकते हुए हमारे टुकड़ों को बटोरकर बाहर ले आए. അവർ എന്ത് ചെയ്തു? അവരുടെ കയ്യിലുള്ള മെഷീൻ ഉപയോഗിച്ച് ഞങ്ങളുടെ ഓരോ ഭാഗവും മുറിച്ചെടുത്ത് പീസ് കണക്കായി എടുത്തിട്ട് അവർ കൊണ്ടുപോകാൻ തുടങ്ങി. ഉൻ ലംബി ചോട്ടി പരത്തോങ്കോ ലേക്കർ വേ ഭട്ടേ മേ ഗയേ. നമ്മുടെ ഓരോ, അതായത് പിന്നെ എന്താ പറയേണ്ടത്, ഓരോ പാളികളും ഇങ്ങനെ മുറിച്ച് മുറിച്ച് അവരെടുക്കുകയാണ്. बटों की आग में हमें झोंक कर गलाकर चमकाया और फिर गोल गोल सांजों में पिघलाकर डाल दिया. അവർ അതിനുശേഷം അഗ്നിയിലേക്ക് എടുത്ത് നമ്മളെ നിക്ഷേപിക്കുകയും അതിനുശേഷം ഞങ്ങളുടെ രൂപത്തിന് വ്യത്യാസം വരുത്തുകയും ചെയ്യുന്നു. मैं एक चमकते घनकते गोले की तरह बन गया. ഞാൻ അതിനുശേഷം എന്നെ മുറിച്ച് നല്ല രൂപം മാറ്റിയപ്പോൾ ഞാൻ ഇപ്പോൾ എന്തായി മാറി?
നല്ല ഗോളാകൃതിയിൽ വെട്ടി തിളങ്ങുന്ന മിന്നി തിളങ്ങുന്ന രീതിയിൽ ഒരു ഗോളാകൃതിയിലുള്ള ഒരു വസ്തുവായി മാറി. മേരെ और भी ഭായി ബഹൻ ഇസി രൂപ ആകാർ കെ ബൻ ഗയേ थे. എന്റെ കൂടെയുള്ള എന്റെ സഹോദരി സഹോദരന്മാർ എന്റെ ഫാമിലിയിലെ എല്ലാവരും ഇങ്ങനെയാക്കി തീർത്തു. എങ്ങനെ? ഗോളാകൃതിയിലുള്ള കോയിനാക്കി തീർത്തു തന്നെ. फिर हमें हाथों में ले लेकर लोग चिल्लाए. പിന്നെ അതിനുശേഷം ഞങ്ങളെ എടുത്തിട്ട് എല്ലാവരും ഉറക്കെ ഒച്ചെടുക്കാൻ തുടങ്ങി. എന്താണ്? വോ ക്യാ ചമക്ദാർ സിക്കേ ഹേ. ഓ എന്ത് രസാണ് കാണാൻ ഈ നാണയം, എന്ത് തിളങ്ങുന്ന നാണയമാണല്ലോ. ഹമേ ഗാഡിയോ മേ ഭർക്കർ ബാങ്കോ മേ ബേച്ച് ദിയാ ഗയാ. ഞങ്ങളെ വണ്ടിയിൽ നിറച്ചു ഇട്ടിട്ട് എന്ത് ചെയ്തു? ഞങ്ങൾ എവിടേക്ക് കൊണ്ടുപോയി? ബാങ്കിലേക്ക്. मैं तो बैंक के बाद सबसे पहले एक सेठ के पास पहुंचा. ഞാൻ ബാങ്കിൽ നിന്ന് പിന്നീട് അതിനുശേഷം അവിടെ നിന്ന് ഒരു സേട്ടു എന്നെ വന്നുകൊണ്ട് എവിടേക്ക് പോയി? സേട്ടുവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഉസ്നെ മുझे देखा हंसकर बोला. അപ്പൊ അദ്ദേഹം, ആ സേട്ടു എന്നെ കണ്ടപ്പോൾ അദ്ദേഹം എന്നെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, ഹാ ക്യാ സുന്ദർ സിക്ക ഹേ. എന്ത് മനോഹരമായ നാണയം, സിക്കാണിത്. സിക്ക तो मेरा नाम अब सिक्का पड़ गया. അവിടുന്ന് മുതലാണ് എന്റെ പേര് സിക്ക എന്ന് മാറി. സിക്ക മീൻസ് നാണയം, നാണയത്തുട്ട്. ഈ വെള്ളി ഭാഗം മുറിച്ച് അവര് മെഷീനിൽ ഇട്ടിട്ട് അങ്ങനെ അവരുടെ നാണയമാക്കി തീർത്തു. അങ്ങനെ ആ സേട്ടു വിളിച്ച പേരാണ് സിക്ക, നാണയം. ചാന്ദിക്ക സിക്ക. പഹലെ ഹമേ ധാതു കഹ്തേ थे. ഈ നാണയത്തിന് മുന്നേ ഞങ്ങളെ വിളിച്ചിരുന്ന പേരെന്തായിരുന്നു? ധാതു, മെറ്റൽ എന്ന് പറയില്ലേ, ലോഹം. मैंने सोचा, ഞാൻ ചിന്തിച്ചു. सेठ मुझे लेकर जब घर गया तो उसकी नन्ही बेटी दौड़ती हुई आई. എന്നെ സേട്ടു എന്ത് ചെയ്തു? കീശയിലിട്ട് കൊണ്ട് തന്റെ വീട്ടിലേക്ക് നടന്നുപോയി. അവിടെ എത്തിയപ്പോൾ അവരുടെ മകള്, ചെറിയൊരു പെൺകുട്ടി ഓടിക്കൊണ്ട് വന്നിട്ട് ചോദിച്ചു, പാപ്പാ ആജ് ആപ്പ് മേരെ ലിയേ ക്യാ ലായേ ഹേ. പപ്പ, എനിക്ക് വേണ്ടിട്ട് എന്താണ് നിങ്ങൾ കൊണ്ടുവന്നതെന്ന് ചോദിച്ചു. തുമാരെ ലിയേ, നിനക്ക് വേണ്ടിയോ? ഏലോ ഏക്ക് ശുദ്ധ ചാന്ദി കാ സിക്ക. എന്നാ ഇതെടുത്തോളൂ നീ, നല്ല മനോഹരമായ വെള്ളിയുടെ ഒരു നാണയമുണ്ട്, അത് നീ എടുത്തോളൂ. സേട്ടിനെ മുझे अपनी बेटी को दे दिया. സേട്ടു എന്ത് ചെയ്തു? ആ വെള്ളി നാണയം തന്റെ മകൾക്ക് സമ്മാനിച്ചു. ചാന്ദിക, വാ കിത്തനാ പ്യാരാ ഹേ. ചാന്ദിക, ചാന്ദി മീൻസ് വെള്ളി, വെള്ളിയുടേതോ? ഹായ്, എന്ത് ഭംഗിയുള്ള, എത്ര നല്ല മനോഹരം. സേട്ട് കി ബേട്ടി ഖുഷി സെ ചില്ലായി. സേട്ടുവിന്റെ മകള് ഉറക്കെ നിലവിളിച്ചു പറഞ്ഞു. സന്തോഷത്തോടു കൂടി നമ്മൾ പറയില്ലേ, ആർക്ക് പറയാറില്ലേ? ഉറക്കെ പറഞ്ഞു എന്നർത്ഥം. എത്ര മനോഹരം. ഇസി ഏക് രൂപയേക്ക സാധാരണ സിക്കാന സമജ്ന. അവൾക്ക് മനസ്സിലായില്ല ഇത് 1 രൂപയുടെ സാധാരണമായ നാണയമാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. एक शुद्ध चांदी का है जिसकी कीमत दस्ते के सिक्के से 70-80 गुना अधिक है. इसका मतलब यह 80 रुपये का है, एक नहीं. അപ്പൊ എന്താ പറഞ്ഞത്? ഇത് ഏകദേശം ഒരു 80 രൂപ ഇതിന് വിലയുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. സേട്ടിനെ അപ്പനെ ബേട്ടിക്കോ ബതായ. സേട്ട് തന്റെ മോളോട് പറഞ്ഞു, ഇത് 1 രൂപയല്ല, ഇനി 80 രൂപ വിലയുണ്ട് എന്ന് പറഞ്ഞു. അരേ വാ, ഫിർ തോ मैं इसे संभाल कर रखूंगी. എന്നാൽ ശരി, ഞാൻ ഇത് ശേഖരിച്ചു വെക്കാം. മുന്നീനെ മുझे ഹത്തേലി മേ ലിയ. മുന്നി, ആ കുട്ടിയുടെ പേര് മുന്നി എന്നാണ്. മുന്നി തന്റെ കൈ വെള്ളയിൽ അത് എടുത്ത് കൊണ്ടുപോയി. ഫിർ ഏക് ഏക് കർക്കെ സബ്കോ ദിഗായ. എന്നിട്ട് ഓരോരുത്തരെയും ആ ചാന്ദിയുടെ, ആ വെള്ളിയുടെ നാണയം എല്ലാവരെയും കാണിച്ചു. പപ്പു और മുന്നി മേം തോ ചീന ചപട്ടി ബി ഹോ ഗയി. പപ്പു और മുന്നി മേം തോ ചീന ചപട്ടി ബി ഹോ ഗയി. പപ്പു വന്നിട്ട് മുന്നിയുടെ കയ്യിൽ നിന്ന് വലിച്ചു നോക്കാൻ വേണ്ടി നോക്കി. ഉസേ ഭി മേരെ ജൈസാ സിക്ക ചഹിയേത. എന്താണ്? പപ്പുവിനും അതുപോലെയുള്ള ഒരു നാണയം വേണം തോന്നി. സിക്ക ബഹുത്തോ മേ മേക്ക് ഹി ലായാ ഥാ. ഓ നാണയമോ, എനിക്കും വേണം അങ്ങനെ ഒന്ന്. ചലോ തും ഇസ്കെ ബദലേ മേ നോട്ട് ലേ ലോ പൂരെ 80 രൂപേ. അപ്പൊ പപ്പ പറഞ്ഞത്, നീ ഒരു കാര്യം ചെയ്തോളൂ, നീ പോയിട്ട് 80 രൂപ കൊണ്ടുപോവാ, ഞാൻ അതിന് പകരം നാണയം തരാം. सेठ ने अपने बेटे को समझाया लेकिन पप्पू रूठ गया और पूरे 100 रुपए का नोट लेकर ही माना. പക്ഷെ പപ്പു എന്ത് ചെയ്തു? സേട്ടു അങ്ങനെ പറഞ്ഞതുകൊണ്ട് പപ്പു എന്ത് ചെയ്തു? ഒരു 100 രൂപയെങ്കിൽ 100 രൂപ കൊണ്ട് കൊടുക്കാൻ തീരുമാനിച്ചു. മുന്നിനെ മുझे जड़ अपनी गुल्लक में डाल दिया. മുന്നി ആണെങ്കിൽ എന്ത് ചെയ്തു?
ഈ എന്നെ ഈ നാണയമായ എന്നെ ഒരു ബോക്സില് സേവിങ് ബോക്സ് നമുക്ക് ഉണ്ടാവില്ലേ നമ്മളെ ഭണ്ഡാരം എന്ന് പറഞ്ഞത് നമ്മൾ പണം സൂക്ഷിക്കുന്നത് അല്ലെ നാണയങ്ങളൊക്കെ സൂക്ഷിക്കുന്നത് അതിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു और मैं छोटे बड़े कई सिक्कों के बीच कैद हो गया ഞാൻ അവരുടെ ഇടയിൽ എന്റെ വലുതും ചെറുതുമായ കുറെ നാണയത്തിന്റെ ഇടയിൽ തെങ്ങി നെരുങ്ങി ആ ഭണ്ഡാരത്തിനുള്ളിൽ ആയി ഹായ് രീ കിസ്മത്ത് ഭാഗ്യം തന്നെ ന ജാനെ ഇസ് ഗുല്ലക് കി ഖൈദ് മേ മുझे കബ് തക് രഹ്നാ പടേഗാ എനിക്കറിയില്ല ഇനി എപ്പോഴാണ് ഈ ബോക്സിൽ നിന്ന് പുറത്തേക്ക് ചാടാൻ വേണ്ടി സാധിക്കുക എപ്പോഴാണെന്ന് എനിക്ക് അറിയില്ല എന്ന് നാണയം പറയുന്നു മനസ്സിലായോ നാണയത്തിന്റെ നാണയം എന്ന കഥ മനസ്സിലായോ ക്ലിയർ ആയിട്ടുണ്ടോ ഓക്കെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ അടുത്ത ശനിയാഴ്ച ആവുമ്പോഴേക്കും 5 ദിവസമെങ്കിലും കിട്ടുള്ളൂ നിങ്ങൾക്ക് അല്ലെ 4 ദിവസം കിട്ടില്ലേ അതിലൊരു 3 ദിവസം മതി മിസ്സിന് 3 ദിവസം മിസ്സിന് വേണം ഒരു ദിവസം ഒരു പ്രാവശ്യം വായിക്കുക രണ്ടാമത്തെ പ്രാവശ്യം രണ്ടാമത് വായിക്കുക മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ പ്രാവശ്യം വായിക്കുക അങ്ങനെ 3 പ്രാവശ്യം ഈ കഥയൊന്ന് വായിക്കുക മിസ് വോയിസ് ക്ലിപ്പ് ഇടണോ വേണ്ട വോയിസ് ക്ലിപ്പ് ഇടണ്ട ഞാൻ നിങ്ങളെ വേറെ ദിവസം വായിപ്പിച്ചോളാം നിങ്ങൾ എല്ലാവരും വോയിസ് ക്ലിപ്പ് ഇടുമ്പോ എന്റെ ഫോൺ മിക്കവാറും പൊട്ടിത്തെറിക്കും അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ചെയ്താൽ മതി നിങ്ങൾ 3 പ്രാവശ്യം വായിച്ച് റെഡി ആവുക മിസ് അടുത്ത ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു ദിവസം മിസ് എല്ലാവരെയും കൊണ്ട് വായിപ്പിക്കും ഓക്കെ ആണോ വായിക്കണേ മക്കളെ എന്നാലും നിങ്ങൾക്ക് ആ കഥ ഇന്ന് തന്നെ ഒരു തവണ വായിച്ചാൽ നിങ്ങൾക്ക് കഥ മനസ്സിൽ തന്നെ തങ്ങും അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ ഇന്ന് തന്നെ വായിക്കുക എത്ര പ്രാവശ്യം വായിക്കണം 3 പ്രാവശ്യം വായിക്കണം എന്ന് മിസ് പറഞ്ഞു ഏറ്റവും കുറഞ്ഞ 3 പ്രാവശ്യം വായിക്കണം അത് ഇന്ന് തന്നെ 3 പ്രാവശ്യം വായിക്കണം എന്ന് മിസ് പറയില്ല പകരം 3 ദിവസങ്ങളായിട്ട് ഓരോരോ ദിവസം എന്താണ് ഹലീമ ആരാണത് ബ്രദർ എന്താണ് ബ്രദർ ബ്രദറാണ് ബ്രദർ എന്താണ് കൊണ്ടുതരുന്നത് സ്നേഹത്തോടെ ഹിന്ദി പഠിക്കുന്ന സമയത്ത് എന്താണ് കഴിക്കാൻ വേണ്ടി കൊണ്ടുതരുന്നത് അത്രയ്ക്ക് സ്നേഹം കൂടി പോയോ ബിസ്ക്കറ്റ് കൊണ്ടുതരാണോ ഓക്കെ കണ്ടോ എല്ലാവരും ഇങ്ങനെ അത്ഭുതപ്പെടുകയാണ് ഞങ്ങൾക്ക് ആരും ഒന്നും കൊണ്ടുതരാനില്ലല്ലോ ഓക്കെ വസുദേവേ എന്താണ് വസുദേവേ കഴുത്തിലുള്ള മാലയൊക്കെ ഇങ്ങനെ ചുരുട്ടിക്കൂട്ടി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ടെക്സ്റ്റ് കിട്ടിയല്ലോ വസുദേവിന് ഇനിയിപ്പോ വായിക്കാലോ വായിക്കണേ നന്നായിട്ട് വായിക്കണം ഓക്കെ എല്ലാവരും നന്നായിട്ട് വായിക്കണം കിട്ടാത്ത വാക്കുകളൊക്കെ മിസ്സിനെ വിളിച്ച് വേണമെങ്കിൽ ചോദിക്കാം എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം